ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക അവിയൽ. അപ്പോൾ ചക്ക ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ അടച്ച് വെക്കണം. അപ്പോൾ അതിനായിട്ടുള്ള അരപ്പിന് കുറച്ച് കാന്താരി മുളക്, വെളുത്തുള്ളി, ജീരകം, കുറച്ച് തേങ്ങ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചക്ക ഒന്ന് ഇടയ്ക്കൊന്ന് മറിച്ചിടണം കേട്ടോ. അതിനുശേഷം നമ്മുടെ അരപ്പിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചക്ക അവിയൽ റെഡി. അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക മെഴുക്കാണ്. അപ്പോൾ അതിൻ്റെ കയ്പ്പ് കുറയാനായിട്ട് പയറുണ്ട്, ഉരുളൻകിഴങ്ങ്, ഉള്ളി, പിന്നെ പച്ചമുളക് എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാവയ്ക്ക അച്ചാർ റെഡി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ചക്ക അവിയലും പിന്നെ ചാള പൊരിച്ചതുണ്ടായിരുന്നു, അതായത് മത്തിച്ചാള പൊരിച്ചതും മത്തിച്ചാള കറിയും ഉണ്ടായിരുന്നു, പുളിമുളകും വെച്ചത്. അപ്പോൾ ചക്കയും പുളിമുളകും കറിയും കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഓടി വന്ന് കഴിച്ചിട്ട് പോവാലോ. വാ തുറന്നേ. പിന്നെ രാത്രി ആയപ്പോൾ തലേന്നത്തെ മീൻ ചട്ടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചട്ടിയിൽ ചോറ് ഒഴിക്കാനായിട്ട് ഭയങ്കര താല്പര്യം തോന്നി. അങ്ങനെ കുറച്ച് ചോറ് അതിലിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പിടി പിടിച്ചു. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു ഉരുള കഴിക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.